കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ഒന്ന് വായിക്കാൻ പറഞ്ഞു. നമുക്കിന്ന് ടെക്സ്റ്റിന്റെ ഓരോ ഭാഗങ്ങൾ നോക്കാം. ജിയെ ജി ഭർ, മനസ്സ് നിറയെ ജീവിക്കൂ. അതില് കബീറിന്റെ ദോഹയുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ രണ്ട് വാക്ക് സ്നേഹത്തിന്റെ നമ്മൾ ഈ ലോകത്തിൽ വിട്ടുപോയാൽ ഇതെന്നും ഓർക്കപ്പെടും. അപ്പോ ആ ദോഹയെ നോക്കാം. പോത്തി പടി പടി ജഗ് മുआ, पंडित भाई न कोई, ढाई आखर പ്രേം കാ പടേസു പണ്ഡിത് ഹോയ്. കബീർദാസ് പറയാണ്, പോത്തി വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ പടി പടി പഠിച്ചിട്ട് ജഗ് ഈ ലോകത്തുനിന്ന് പോയി. എല്ലാവരും വലിയ വലിയ പണ്ഡിതന്മാര് വലിയ വലിയ കട്ടിയുള്ള പോത്തി പറഞ്ഞ് കുറെ കട്ടിയുള്ള പുസ്തകങ്ങൾ പഠിച്ചിട്ട് അവരിവിടുന്ന് പോയി. പക്ഷെ പോയി പണ്ഡിത് ഭയാന കോയി, ആരും പണ്ഡിതനായ ആവാൻ പറ്റിയില്ല. ഭയ നാ കോയി, പണ്ഡിതന് ആർക്കും ആവാൻ പറ്റി. ഇത്രയും പോത്തി വലിയ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ പഠിച്ചിട്ടും അവരൊന്നും വലിയ പണ്ഡിതന്മാരോ ആയില്ല, ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്തു. പക്ഷെ ഢായി ആക്കർ പ്രേം കാ, അര അക്ഷരം, ഢായി പറഞ്ഞ അര, ആക്കർ അക്ഷരം, സ്നേഹത്തിന്റെ പ്രേം കാ പടേസോ പണ്ഡിത് ഹോ, എന്താണ് അര അക്ഷരം പഠിച്ചപ്പോ, അര അക്ഷരം സ്നേഹത്തിന്റെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എന്താണ് ഒരു ഈ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായി മാറി. നമ്മൾ ഈ ലോകത്തെ എല്ലാവരോടും എങ്ങനെ പെരുമാറണം? സ്നേഹത്തോടെ. ആ സ്നേഹത്തോടെ പെരുമാറ്റമാണ് ലോകത്തിലെ എല്ലാ ആൾക്കാരും നമ്മൾ പോയാൽ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയാലും നമ്മളെ എല്ലാവരും ഓർമ്മിക്കും. അപ്പൊ കബീർദാസ് कहते हैं कि बड़े बड़े पुस्तकें पढ़कर, എന്താ പറഞ്ഞത്? വലിയ വലിയ പുസ്തകങ്ങളും പഠിച്ചിട്ടും എല്ലാ പണ്ഡിതന്മാരും ആരും പണ്ഡിതന്മാരാവാൻ പറ്റില്ല. പക്ഷെ ഈ ലോകം വിട്ട് പോയി. അവര് എന്താണ് പണ്ഡിതന്മാര് പണ്ഡിത് ഭായാന കോയി, പണ്ഡിതന്മാർ ആരും ആവാൻ പറ്റില്ല. പിന്നെ അവര് ढाई आखर प्रेम का പറഞ്ഞാല് യദി കോയി ढाई അക്ഷർ ഹി അച്ചി തറ പഠില്ലേ, സ്നേഹത്തിന്റെ ഒരു അരാക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഏറ്റവും വലിയ ജ്ഞാനിയായി മാറും. അതാണ് ഏറ്റവും വലിയ പണ്ഡിതനായി മാറും. അപ്പൊ നമ്മള് ലോകത്തെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. അതാണ് കവി कबीरदास कहते हैं कि बड़े बड़े पुस्तकें पढ़कर संसार में कितने ही लोग मृत्यु के द्वार पहुंच गए, पर सभी विद्वान ना हो सके. यदि कोई प्रेम के ढाई अक्षर ही अच्छी तरह पढ़ ले तो वह सच्चा ज्ञानी होगा. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാ. എല്ലാരും പാഠം വായിച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ട് കുട്ടികളുടെ കഥയാണ് ഝട്പട്ട് ഓർ നട്ഖട്ട് അല്ലേ? ഝട്പട്ട് പറഞ്ഞാല് പെട്ടെന്ന് ചെയ്യണ ഒരു സ്വഭാവക്കാരനായ ഒരു കുട്ടിയുടെ പേരാണ്. മറ്റത് നട്ഖട്ട് മീൻസ് ഒരു കുസൃതിയൊക്കെ ഉള്ള കുട്ടി. അതാണ് ഝട്പട്ട് ഓർ നട്ഖട്ട്. ഈ കഥ എഴുതിയത് ആരാണ്? രമേശ് ഉപാധ്യായ്. അപ്പോ ഇവിടെ ശരിക്ക് ഝട്പട്ട് പറഞ്ഞതിന്റെ ശരിക്ക് നമ്മള് ഹിന്ദിയിൽ അർത്ഥം എന്താണ്? പെട്ടെന്ന്. ഝട്പട്ട് കർലോ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യൂ. നട്ഖട്ട് പറഞ്ഞാൽ കുറച്ച് കുസൃതി കളിയും ഇതൊക്കെ പതുക്കെ ചെയ്യണ ആളെ നമ്മള് നട്ഖട്ട് എന്ന് പറയാം. ഇവിടെ രണ്ട് കുട്ടികളുടെ പേരാണ് ഝട്പട്ട് ഓർ നട്ഖട്ട്. സോ ഈ കഹാനി കിസ്കെ ദ്വാര ലിഖി ഗയി? ഈ കഹാനി ആര് എഴുതിയതാണ്? രമേശ് ഉപാധ്യായ്. രണ്ട് കുട്ടികളുടെ കഥയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മള് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ എന്തൊക്കെയാണ് വഴിയിൽ കാണാം. അപ്പൊ ഇവിടെയും അതുപോലെ രണ്ട് കുട്ടികളുടെ രണ്ട് ഭായിയോ കി കഹാനി ഹെ. ഭായിയോ മീൻസ് രണ്ട് സഹോദരന്മാരുടെ കഥയാണ്. ഭായിയോ കി കഹാനി ഹെ. ഈ കഹാനി बहुत अच्छी है. एक था झटपट, एक था नटखट. दो भाइयों का नाम था झटपट और नटखट. नटखट छोटा और झटपट कौन सा बड़ा था? झटपट പറഞ്ഞ കുട്ടി വലുത്, ഏട്ടനും മറ്റോന് അനിയനും. छोटा മീൻസ് ചെറുത്. बड़ा केवल 2 साल बड़ा था. വലിയ ഏട്ടൻ എത്രയാണ് ചെറുതിനേൽ ചെറുത്? 2 വയസ്സാണ് ചെറുത്. छोटा केवल 2 साल छोटा.
ചെറുത് എത്ര വയസ്സ് ചെറുത് 2 साल. तो दो भाइयों का क्या नाम था? झटपट और नटखट. कौन बड़ा था? ആരാ വലുത്? झटपट. छोटा नटखट. അപ്പൊ അവര് രണ്ടുപേരും എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു? 2 साल का. 2 साल പറഞ്ഞ 2 വയസ്സ്. दोनों स्कूल में पढ़ते थे. രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരുന്നു. झटपट 5वीं में, नटखट 3री में. सो झटपट कौन से क्लास में पढ़ता था? कौन सी कक्षा में? वो 5वीं में पढ़ता था. 5वीं 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. और नटखट कौन सी कक्षा में पढ़ता था? 3री. 3री പറഞ്ഞ 3ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. घर से दोनों भाई 7 साल स्कूल जाते और साथ साथ ही वापस घर आते. എങ്ങനെയാണ് घर से दोनों? घर means വീട്ടിൽ നിന്ന് രണ്ടുപേരും സാത്ത് സാത്ത് ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. और साथ साथ वापस घर आते. രണ്ടുപേരും ഒരുമിച്ചാണ് എന്താണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വന്നിരുന്നത്. वे एक गांव में रहते थे. कहाँ रहते थे वहां वो लोग? दोनों भाई എവിടെയാണ് दोनों भाई कहाँ रहते थे? गांव में, ഗ്രാമത്തിൽ. स्कूल उनके स्कूल उनके गांव में नहीं, दूर दूसरे गांव में थे. അപ്പൊ ഏത് അവര് താമസിക്കുന്ന ഗാവിലെ അല്ലായിരുന്നു സ്കൂള്, പക്ഷെ എന്തായിരുന്നു? ദൂസരെ ഗാവമേ. ദൂസരെ പറഞ്ഞാൽ വേറെ ഒരു ഗ്രാമത്തിലായിരുന്നു ഇവരെ സ്കൂള്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മറ്റേ ജില്ലയിലേക്ക് അല്ലെങ്കിൽ വേറെ നാട്ടിലേക്ക് പോയിട്ട് ദൂരെ സ്കൂള് പോയി പഠിക്കണ പോലെയാണ് രണ്ട് സഹോദരന്മാര് झटपट और नटखट. सो ये कौन से स्कूल में पढ़ते थे? दूसरे गांव के एक स्कूल में पढ़ते थे. അവർ വേറെ ഗ്രാമത്തില് ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. वहां तक पैदल जाना पड़ता था. എങ്ങനെയാണ് അവര് അതുവരെ പോയിരുന്നത്? पैदल. पैदल പറഞ്ഞ എന്താണ്? നടന്നിട്ട്. और पैदल ही वापस आना पड़ता था. पैदल തിരിച്ചും സ്കൂളിൽ നിന്ന് വീട്ടിക്ക് നടന്നു വരും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും നടന്നിട്ട് പോവും, തിരിച്ചു വരുമ്പോഴും നടന്നിട്ട്. അപ്പൊ पैदल പറഞ്ഞ എന്താണ്? നടന്നിട്ട് വരിക. അപ്പൊ ഇതില് झटपट വലിയ കുട്ടി बड़ा था, नटखट छोटा, दोनों भाई थे. झटपट 5वीं कक्षा में पढ़ता था, नटखट 3री कक्षा में पढ़ता था. दोनों 2 साल झटपट से नटखट 2 साल छोटा था. എന്താണ്? झटपटिനോട് നട്ട്കട്ട് 2 വയസ്സ് ചെറുതായിരുന്നു. രണ്ടുപേരും വേറെ രാവിലെ പോയിട്ടാണ് സ്കൂളിലേക്ക് പഠിക്കാൻ പോയിരുന്നത്. അവിടുന്ന് സ്കൂളിലേക്ക് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും അവരെവിടേക്ക് എങ്ങനെ വന്നിരുന്നു? पैदल. पैदल നടന്നിട്ട്. जाते समय സ്കൂളിലേക്ക് പോകുമ്പോ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോ എന്താണ്? जाते समय रास्ते में उन्हें कई चीजें मिलती थी. रास्ते വഴിയിൽ അവർക്ക് പല സാധനങ്ങളും കിട്ടിയിരുന്നു, കാണാൻ കിട്ടിയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റിയിരുന്നു, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം. അപ്പൊ അവർക്ക് രാസ്തേമേ, ജാതേ സമയം പറഞ്ഞ പോണ സമയത്ത് വഴിയിൽ പല സാധനങ്ങൾ, ചീജയെ പറഞ്ഞാൽ കുറെ ഉനക്കൈ ചീജയെ മെത്തിച്ച്, എന്തൊക്കെ വഴിയിൽ കുറെ സാധനങ്ങൾ അവർക്ക് കാണാൻ കിട്ടിയിരുന്നു. എന്തൊക്കെയാണത്? പോഖർ, ഞാൻ പറഞ്ഞു. പോഖർ പറഞ്ഞ തലാബ്, കുളം, ബർഗത്ത്, ആൽമരം, ഖേത്ത് വയല് അല്ലെ കൃഷി സ്ഥലം, ബാഗ് പറഞ്ഞ തോട്ടം, നാല ചാല്, നദി, നദീന്. വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ ഉന്ഹേं കई चीजें. തിരിച്ചു വരുമ്പോഴും സ്കൂളിൽ നിന്ന് എന്താണ് നമ്മള് ഇപ്പൊ പോകുമ്പോ കാണുന്നത്, നമ്മൾ അവസാനം കാണുന്നത് തിരിച്ചു പോരുമ്പോ ആദ്യം കാണും. അപ്പൊ അതിനെ റിവേഴ്സ് ആയിട്ട് എഴുതിയിട്ടുള്ള എന്തൊക്കെയാണ്? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗത്ത് ഓർ പോഖർ. അപ്പൊ ആദ്യം കാണുന്നത് ഏതാണ്? പോഖർ, തലാബാണ് ആദ്യം കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യം 2 സഹോദരന്മാരാണ്, झटपट और नटखट. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോയിരുന്നത് നടന്ന്. പിന്നെ അവരെ പ്രത്യേകതകൾ എന്താണ്? झटपट तेज से चलता था. झटपट പറഞ്ഞ ആ പേര് തന്നെ അർത്ഥമുണ്ട്. പെട്ടെന്ന് ഓൻ നടന്നു, തേജ് സ്പീഡിൽ നടക്കുക. നട്ട്കട്ട് ധീരെ ധീരെ, പെട്ടെന്ന് ഇങ്ങനെ പതുക്കെ നടക്കുള്ളൂ. झटपट बरगद तक पहुंच जाता तब तक नटखट पोखर तक ही पहुंचा होता. എന്താണ്?
ഇപ്പോ ആദ്യം വരുന്നത് എന്താണ്? പോക്കറാണ്, തലാബ് അല്ലെ. അത് കഴിഞ്ഞ ബർഗത്ത്. അപ്പൊ പോക്കർ കഴിഞ്ഞ ബർഗത്തിന്റെ പേടിന്റെ അവിടെ എത്തുമ്പോ, മരത്തിന്റെ അവിടെ ജട്പട്ട് എത്തുമ്പോഴേക്കും ഓന അവിടെ എത്തിയിട്ടുണ്ടാവും, നട്ട്കട്ട് അനിയന്. അവന് കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ പോക്കർ. അപ്പൊ അത്ര പതുക്കെയാണ് അവന്റെ നടത്തം. झटपट भाग तक पहुंचता തോട്ടത്തിന്റെ അവിടെ എത്തുമ്പോ എവിടെയോ നട്ട്കട്ട് ഖേത് തക് ഹി പहुंचा होता. അപ്പൊ ഖേത്തിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ടാവും. झटपट नदी तक पहुंच जाता तब तक नटखट नाले ही पहुंचा होता. ഓരോ സാധനങ്ങൾ പോക്കറിൽ എത്തുമ്പോ നട്ട്കട്ട് അല്ല झटपट ബർഗത്തിന്റെ മരത്തിന്റെ അവിടെ എത്തുമ്പോ അവൻ പോക്കറിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ബാഗിന്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ झटपट തോട്ടത്തിൽ എത്തിയിട്ടുണ്ടാവും, ഓന് ഖേത്തില് വയലിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. പതുക്കെ പതുക്കെ നടന്ന് വരിക. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? അപ്പൊ കാത്തിരിക്കും ആരിവിന് വേണ്ടിയിട്ട്. ആര്? झटपट നട്ട്കട്ടിന് വേണ്ടി കാത്തിരിക്കും. झटपट नदी तक पहुंच जाता तब तक नटखट नाले तक ही पहुंचा होता. മാ की हिदायत. എന്താണ് ഹിദായത്ത് പറഞ്ഞാല്? അവരെ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്ത് നിർദ്ദേശം? झटपट को छोटे भाई का ध्यान रखना है. അപ്പൊ झटपटिന് സഹോദര സ്നേഹമുണ്ട്. അവനോട് ചെറിയ അനിയനാണ്, അല്ലെങ്കിൽ അവർക്ക് പരസ്പരം സ്നേഹമുണ്ട്. അമ്മ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്നു. എപ്പോഴും झटपट എന്ത് ചെയ്യണം? ഏട്ടനാണ്. അപ്പൊ നട്ട്കട്ടിനെ എപ്പോഴും ശ്രദ്ധിക്കണം. ഭായി കാ ധ്യാൻ റഖ്ന ഹെ. ഭായി പറഞ്ഞ അവന്റെ അനിയന്റെ എപ്പോഴും അവനെ എന്ത് ചെയ്യണം? അവനെ ശ്രദ്ധിക്കണം. नटखट को अपने साथ ही रखना है. अपने साथ ही रखना है എപ്പോഴും നിന്റെ അടുത്ത് തന്നെ, അവന്റെ ഒപ്പം നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നിന്റെ ഒപ്പം. സാത്ത് പറഞ്ഞ ഒപ്പം, എപ്പോഴും ഒപ്പം ഉണ്ടാവണം. പിന്നെ झटपट को छोटे भाई का ध्यान रखना है. നട്ട്ഖട്ട് को अपने साथ ही रखना है. ധ്യാൻ എപ്പോഴും കൊടുക്കും വേണം, അതിന്റെ ഒപ്പം എന്ത് വേണം? എപ്പോഴും ശ്രദ്ധിക്കും വേണം. വഴിയിൽ പോകുമ്പോ അവിടെ ഇവിടെ ഒന്നും അവനെ തങ്ങി നിർത്താതെ അവനെ ഒപ്പം കൂട്ടണം. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അപ്പൊ झटपट പറഞ്ഞ ഭയങ്കര സ്പീഡിൽ. എങ്ങനെ? वो कैसे चलता था झटपट? तेज तेज. कैसे चलता था? तेज तेज चलता था और पीछे पीछे नटखट धीरे धीरे आता था. പതുക്കെയാണ് മറ്റോൻ വരിക. ആര്? നട്ട്കട്ട്. അപ്പൊ എന്താണ്? അവൻ झटपट മുമ്പില് ആകെ നിക്കൽ ജാനെ പർ, മുമ്പില് നടന്നു പോകുമ്പോൾ പീछे മുടുക്കുക, പിന്നില് തിരിഞ്ഞ് നോക്കും. എപ്പോഴെപ്പോഴും നോക്കും. ഇപ്പം കുളത്തിന്റെ അവിടെ നിന്ന് എന്താണ് ആൽമരത്തിന് ഇപ്പം കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ ആരും നട്ട്കട്ട്. അപ്പൊ പിന്നിൽ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കണം. ഇവിടെ എന്താണ്? ഇവൻ എവിടെയാണ്? ഇവന് വേണ്ടി കാത്തിക്കണം. ഉന്നി നട്ട്കട്ട് പുക്കാർക്ക് ജൽദി ചലനെ के लिए कहना पड़ता. പിന്നെ അവനെ വിളിക്കും, എടാ നട്ട്കട്ട് നീ വേഗം വാ, സ്കൂളിലേക്ക് പോകണ്ട, ബെല്ലടിക്കൂലേ. അപ്പം ഇവന് പതുക്കെ പതുക്കെ നടന്ന് വരും. അപ്പൊ പിന്നിലേക്ക് പുക്കാർക്കറും വിളിക്കുക. അവന് മുമ്പിലെത്തിയിട്ടുണ്ടാവും झटपट. ഇപ്പൊ എന്താണ്? പീछे മുടുക്കർ, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ചെയ്യും? വിളിക്കും. ജൽദി ചലനെ के लिए. ജൽദി ചലന വേഗം വേഗം നടക്ക്. ബാർ ബാർ റുക്കർ നട്ട്കട്ട് കാ ഇന്റസാർ കറണം. എപ്പോഴും ബാർ ബാർ പറഞ്ഞ എപ്പോഴും റുക്ക് കർ നിന്നിട്ട് നട്ട്കട്ടിനെ ഇന്റസാർ പറഞ്ഞ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. എപ്പോഴും അവന് എന്താണ്? झटपट സ്പീഡിൽ നടക്കണോണ്ട് എന്താണ്? അവൻ പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോ അവന് പിന്നിൽ ആര്? നട്ട്കട്ട് അവന്റെ ഒപ്പം എത്തിയിട്ടുണ്ടാവില്ല, അവൻ പിന്നിലാവും. അവന് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യണം. ഇന്റസാർ പറഞ്ഞ കാത്തിരിക്കുക. റുക്കർ നിന്ന് ബാർ ബാർ പിന്നെയും റുക്കർ പിന്നെയും നിന്ന് അവൻ എന്താണ്? അവനെ നട്ട്കട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. സഭി സ്കൂൾ जाने के लिए देरी होती. कभी എപ്പോഴും എന്താ സംഭവിക്കുക? സ്കൂൾ जाने के लिए, സ്കൂൾ എത്തണമെങ്കിലും ദേരി, ലേറ്റ് ആവും. होती देख नटखट का हाथ पकड़कर अपने साथ दौड़ना भी पड़ता. എന്താ ചെയ്യണ്? സ്കൂളിലേക്ക് ഇതുപോലെ പതുക്കെ നടന്നു കഴിഞ്ഞാൽ എത്തില്ല, ബെല്ലടിക്കൂല, എന്നിട്ട് സ്കൂള് കേട്ടില്ല, ചീത്തയേക്കും. അപ്പൊ ദേരി പറഞ്ഞ ലേറ്റ് ആവുന്ന കാണുമ്പോ झटपट എന്ത് ചെയ്യും? നട്ട്കട്ടിന്റെ കൈ പിടിച്ച് ഓടും. ഹാത്ത് പക്കടക്കർ. ഹാത്ത് പറഞ്ഞ എന്താണ്? കൈ പിടിച്ച് അവനെ
വേഗം എന്താണ് അപ്നെ സാത്ത് ദോടന ഭി പടുത്ത അപ്നെ സൈ അവന്റെ കൂടെ ഓടേണ്ട അവസ്ഥയാണ് വരിക. झटपट പരേഷാൻ ഹോ ജാത്ത അവന് ഭയങ്കര ടെൻഷൻ ആവും. പരേഷാൻ പറഞ്ഞാൽ അവന് ആകെ കൂടെ വെപ്രാളം പിടിക്കും. എന്താണ് സ്കൂളിലേക്ക് എത്തിയില്ലെങ്കിൽ അവന് ചീത്തയേക്കും. അങ്ങനെ दौड़ना भी पड़ता, झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. അങ്ങനെ അവന് സ്കൂളിലേക്ക് എത്താൻ നേരം വേഗം പിന്നെ ഇതുപോലെ സ്കൂളിലേക്കൊക്കെ വേഗം സ്പീഡിൽ ഓടിപ്പോയി ക്ഷീണിക്കും രാവിലെ അവന്. അപ്പൊ അതൊക്കെ അവൻ ആ കൂടെ പരേഷാൻ പറഞ്ഞ ടെൻഷൻ ആവും അവന്. അപ്പൊ എന്ത് ചെയ്യും, അവന്റെ അമ്മോട് അത് അവൻ കംപ്ലൈന്റ് ആയിട്ട് പറയും. ലോട്ട് കർ മാസെ ഷിക്കായത് കർത്ത, അമ്മേനോട് ഷിക്കായത്ത് കംപ്ലൈന്റ് അവന് പറയും. എന്താണ്, മാ ഛോട്ടാ ബഹുത് പരേഷാൻ കർത്ത, മാ എന്താ പറയണം, ചെറിയ ഈ അനിയൻ എന്നെ ഭയങ്കര ശല്യം ചെയ്യണു. എന്താണ്, അവന് വേഗം സ്കൂളിക്ക് എത്താൻ നേരം വൈകുകയാണ്. അവന് സ്കൂളിക്ക് പോകുമ്പോ പതുക്കെ പതുക്കെ നടന്നു വരുന്നവേ, വേഗം നടക്കണില്ല. ഛോട്ടാ ഹേന, അപ്പൊ മാ എന്ത് പറയും, അവൻ ചെറുതല്ലേ. മാ മുസ്കുരാതി ചിരിച്ചോണ്ട് പറയും, അവൻ ചെറുതല്ലേ. ഛോട്ടാ ഹേന और बड़े को तो छोटे का ध्यान रखना ही पड़ता है. എന്താ പറയാ, എന്തായാലും വീട്ടിൽ നമ്മൾ മുതിർന്നവരുണ്ടെങ്കിൽ എന്താണ്, വലിയവരാണ് ചെറിയ ആൾക്കാരെ നോക്കണത്. അപ്പോ ബഡേ കോ ഛോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ, അങ്ങനെയാണ് പറയണം. ഓർ ബഡേ കോ തോ ഛോട്ടേ കാ ധ്യാൻ, അപ്പൊ ഈ വരിയുടെ അർത്ഥം എന്താണ്, വരിയുടെ അർത്ഥം എന്താണ്, और बड़े को तो छोटे का ध्यान करना ही पड़ता है. माने इस कथन से आप क्या समझते हैं? ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മളുടെ വീട്ടിലുള്ളവര് എന്ത് ചെയ്യും, നമ്മളെ മുതിർന്നവര് നമ്മളെ എപ്പോഴും ചെറിയവരെ പ്രൊട്ടക്ട് ചെയ്യണ പോലെയാണ്, സംരക്ഷിക്കണം. അത് അവരുടെ ഒരു കർത്തവ്യമാണ് അല്ലെ. എപ്പോഴും അവരെ സുരക്ഷിതവും അവരെ ശ്രദ്ധയും ഒക്കെ നമ്മളുടെ അവരൊരു സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്, അവരെ ഉത്തരവാദിത്വമായിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പൊ മാക്കി ഇസ് ഖതൻ സേ സമജ് ആത്താ ഹെ, നമുക്ക് എന്താണ് ഈ വരികളിൽ നിന്ന് മനസ്സിലാവണത്, कि बड़े भाई का कर्तव्य होता है कि बड़े ഭായിന്റെ കർത്തവ്യമാണ് എന്ത്, कि छोटे भाई की सुरक्षा और देखभाल करे. ഈ വരികളുടെ അർത്ഥം അതാണ്. നമ്മളുടെ ഇതിന്റെ झटपटന്റെ കർത്തവ്യമാണ് छोटे ഭായിന്റെ ചെറിയ അനിയന്റെ സുരക്ഷയും അവന്റെ ശ്രദ്ധയും देखभाल करे. परिवार के बड़े और छोटे के बीच ജിമ്മേദാരി और സ്നേഹ का एक महत्वपूर्ण संदेश है. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് സന്ദേശവും കിട്ടുന്നുണ്ട്. എന്ത് സന്ദേശമാണ്, ഇവിടെ ഏട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു ബന്ധം കൂടി, ആ ബോണ്ട് ഉണ്ട്, ഉത്തരവാദിത്തത്തിന്റെ ഒരു ലവിന്റെ സ്നേഹത്തിന്റെ സഹോദര സ്നേഹത്തിന്റെയും ബ്രദർഹുഡിന്റെയും ആ ഒരു പരസ്പരമുള്ള ആ സ്നേഹബന്ധത്തിന്റെ ഒരു സന്ദേശമാണ് നമുക്ക് ഈ വരിന്ന് മനസ്സിലാവുന്നത്. അപ്പോ എന്തായാലും അത് അവന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് അമ്മ മാ അങ്ങനെ പറയണത്. ബഡേ കോ തോ ഛോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ. ബഡേക്കോ വലിയോന് എന്താണ്, ചെറിയോന്റെ ശ്രദ്ധ, അതൊരു സ്നേഹബന്ധം, അതൊരു കർത്തവ്യമാണ്. झटपट झुंझलाता पर कुछ ना, അവന് ആകെ ഒരു ഉത്തരം പറയാൻ ഒന്നിനും പറയാൻ ഒരു ആൻസർ ഇല്ലാത്ത പോലെ, അതാണ് झुंझलाता, അവൻ ആകെ ഒരു കൺഫ്യൂഷനിലാവും. झटपट झुंझलाता पर कुछ कहना पाता, എന്തായാലും അവന് അവന്റെ അനിയനോട് ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ സ്പീഡിൽ നടന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. പിന്നെ എന്താണ്, അവന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അവന്റെ വേഗം സ്കൂളിലേക്ക് അവനോട് ഇട്ടിട്ട് പോയാൽ മതി. പക്ഷെ അവനതല്ല ചെയ്യണത്. അവന്റെ ഉള്ളില് അവന്റെ അനിയനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ആ ഇതുകൊണ്ട് അവനൊരു ഉത്തരം അവിടെ പറയണില്ല. അവന് നമ്മോട് ഇത് പറയണുണ്ട്. അപ്പൊ झटपट झुंझलाता पर कुछ नहा, ദേഷ്യമൊക്കെ വരും, പെട്ടെന്ന് ദേഷ്യം ഇതൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് അമ്മ അവനോട് ചീത്ത പറയല, നമുക്ക് വേഗം നടന്നുകൂടെ ഏട്ടന്റെ ഒപ്പം, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷെ അവൻ छोटे छोटा भाई है ना, इसलिए वो धीरे धीरे चलता है, इसलिए वो बोलता है എന്താണ്, झटपट झुंझलाता पर कुछ नहीं. ദേഷ്യം വരുന്നൊക്കെ ഉണ്ട് ഉള്ളില്, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അവന്റെ ഉള്ളില്
छोटे भाई के प्रति स्नेह है. छोटे का ध्यान तो उसे रखना ही था. എന്തായാലും അവന്റെ ബ്രദറാണ്, അവന് ചോട്ടേന്റെ ശ്രദ്ധ എപ്പോഴും വെക്കണം. लेकिन उसे लगता था कि नटखट कुछ ज्यादा ही नटखट है. അപ്പൊ അവൻ ചിലപ്പോ തോന്നാറുണ്ട് എന്താണ്, അവൻ കുറച്ച് കൂടുതലാണ് नटखट. रास्ता चलते रुककर पोखर के पानी के अंदर की मछलियां. ചില സമയങ്ങൾ എന്തുകൊണ്ടാ അങ്ങനെ ചട്പട്ട് എന്തുകൊണ്ടാ പറഞ്ഞ, वो ज्यादा ही नटखट है. എന്തുകൊണ്ടാ പറഞ്ഞത്, എന്താ അവന് ഒന്നാമത് നട്ക്ക് പതുക്കെ പതുക്കെ നടക്കാം. ഇത് ഇതും കൂടി വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണത് അങ്ങനെ പറയണത്. रास्ता चलते रुककर पोखर के पानी के अंदर എന്താണ് കാണുന്നത്, മച്ഛലിയ ഓർ പാനിക്ക് ഊപ്പർക്ക് ബത്തക്കെ ദേഖ്. പോക്കർ സ്കൂളിലേക്ക് പോണ സമയത്ത് രാവിലെ ആദ്യം കാണുന്നത് എന്താണ്, പൂക്കത്ത് അല്ല. അവിടെ ആദ്യം എന്താ കാണുക, മച്ഛലിയ കുളത്തിൽ മീനും കുറെ താറാവുകളും നീന്തണ കാണാം. അത് നോക്കി നിൽക്കുവാണ്. ബർഗത് की ऊपर के नीचे आती जड़े പക്കടക്കർ झूलने लगता है. നമ്മൾ ആൽമരം കണ്ടില്ല, അതിൽ കുറെ വേരുകൾ ഉണ്ടാവും, അത് പിടിച്ചാടാൻ തുടങ്ങും. खेत में घुसकर खाने की कोई चीज खोजो. പറയില്ലേ തിന്നാൻ പറ്റണ, പച്ചക്ക് തിന്നാൻ പറ്റണ എന്തെങ്കിലും, മട്ടർ. മട്ടർ പറഞ്ഞ ബട്ടാണിക്കടല പോലത്തെ അത് മട്ടർ ഉണ്ടാവും, കടല അല്ലെങ്കിൽ ക്യാരറ്റ്, മൂലി, ഗാജർ, മൂലി ഒക്കെ ഉണ്ട്. ഗാജർ, ക്യാരറ്റ്, മൂലി പറഞ്ഞ എന്താ പറയാ, വെള്ള നിറത്തിലുള്ള ക്യാരറ്റിന്റെ രൂപത്തില് മുള്ളങ്കി പറയില്ലേ, മുള്ളങ്കി. അതൊക്കെ നമുക്ക് പച്ചക്ക് തിന്നാം അല്ലെ. അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. ऊपर के नीचे आती जड़ें पकड़ छूने लगता है. खेत में घुसकर खाने की कोई चीज खोजने लगता है. बाग से गुजरने पर आम या अमरूद तोड़ने लगता है. തോട്ടത്തിൽ കൂടെ കയറുമ്പോ എന്താണ് നോക്കണ, മാങ്ങയോ അമറൂദ് പറഞ്ഞ പേരയ്ക്ക, അതെന്തേലും പറിക്കാൻ നോക്കാറുണ്ട്. नाले को उधर से इधर और इधर से उधर छलांग लगा पार करने का खेल खेलने का खेलने लगता है. അപ്പൊ എന്താണ്, നാലയിൽ എന്ത് ചെയ്യും അവന്, അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടും അവൻ നാലാറ് ചാല്. അപ്പൊ എന്തൊക്കെയാണ് പോക്കറിൽ കാണുന്നത്, മച്ചിലിയ और बतखे और बरगद का पेड़ की जड़ों में वो झूलने लगता है. ആൽമരത്തിന്റെ വേരുകളിൽ അവൻ ഊഞ്ഞാലാടും. ഖേത്തില് തിന്നാൻ പറ്റണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരയാം. ബാഗില് ആം യാത്തോ അമൃത്. ആം മീൻസ് മാംഗോ, അല്ലെങ്കിൽ അമൃതന് പേരയ്ക്ക തിന്നാൻ തെരഞ്ഞു നോക്കും ഉണ്ടോ. നാല ചാല്, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. നദിയിൽ എന്താണ്, नदी के पुल को जल्दी से पार करने के बजाय उसकी मुंडे से टिककर नीचे बहती नदी. അപ്പൊ വേഗം അത് ക്രോസ് ചെയ്യാതെ, പുല്ല് കഴിഞ്ഞിട്ട് വേഗം സ്കൂളിലേക്ക് എത്തണ്ടേ, അതിന്റെ ആ തിണ്ടത്ത് നിന്നിട്ട് അതിലത്തെ വെള്ളത്തില് കൈയിട്ട് കളിക്കാൻ തുടങ്ങും. ടിക്കർ അതിന്റെ അതിന്റെ പാലത്തിന്റെ ഇതിന്റെ എന്താണ് കൈവേരി പറഞ്ഞ ഇങ്ങനെ നിക്കണ സ്ഥലമൊക്കെ ഉണ്ടാവും, ഒരു വക്കുണ്ടാവും, അത് രണ്ട് തോടിന്റെ ഇതിന്റെ ഒക്കെ ഉണ്ടാവില്ലേ നദിയുടെ വക്ക്, ആ വക്കില് അങ്ങനെ ചാരി നിന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കുഞ്ഞിന്ന് അതിന്മേൽ കളിക്കും. അതാണ് നീച്ചെ ബഹത്തി നദിക്കോ നിഹാറിനെയിലെത്താൻ, വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെയാണ് അവൻ വഴിയിൽ കാണുന്ന കാഴ്ചകളിലൊക്കെ എന്ത് ചെയ്യണു, അവ കളിച്ചിട്ടാണ് അവിടെ സ്കൂളിലേക്ക് എത്തണം. അപ്പോഴേക്കും സ്കൂളിന്റെ ഘണ്ടി ബജാത്തി, ഘണ്ടി പറഞ്ഞ ബെല്ലടിക്കും അല്ലെ. അങ്ങനെ ഉധർ एक दिन तो नटखट ने हद ही कर दी. ദിവസം എന്ത് ചെയ്തു, അവൻ എന്തോ ഒരു പറയാ, അത്രയും അവനൊരു പറയാൻ പറ്റാത്ത കാര്യം തന്നെ അവൻ ചെയ്തു. എന്താണ്, ദോനോ ഭായ്, അവന്റെ ഇത്രയും ദിവസം സ്കൂളിലേക്ക് പോകുമ്പോ ഒരു ക്ഷമ ഉണ്ടാകും, ചട്ടപ്പെട്ട് കാത്തിരിക്കും. പക്ഷെ അന്ന് എന്തോ കൂടുതൽ ഒരു കുസൃതി ചെയ്തു. അപ്പൊ നമ്മൾ കഥ വായിച്ചാലേ അറിയില്ല എന്താണ് ഹദി കർദി, അവന് അതിന്റെ അപ്പുറം കടന്നു എന്നാണ് പറയുക. ഇപ്പൊ ഇത്ര ദിവസം അവൻ ഇങ്ങനെ അവിടെ കുളത്തിലും തോട്ടത്തിലൊക്കെ അങ്ങ് തങ്ങി ഈ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോ എന്താണ് ചെയ്തത് നമുക്ക് കഥ വായിച്ചാല് അറിയാം. ദോനോ ഭായ് സ്കൂൾ സെ ലോട്ട് രഹി.
രണ്ടുപേരും എന്താണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. ലോട്ട് പറഞ്ഞ തിരിച്ചു വരുന്നു. നദി കാ പുൽ ആയ, നദിയുടെ പുൽ പറഞ്ഞ പാലം, പാലം വന്നു. പുൽ ആയ तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया. അപ്പൊ നമ്മള് നദിയുടെ മുകളിൽ പാലം ഉണ്ടാവും. അപ്പൊ നദീന്റെ അരുവിക്കൂടെ തന്നെ നമ്മള് എന്താണ് വഴി ഉണ്ടാവും, അതിലേക്ക് ഇറങ്ങി പോവാം. പാലത്തിന്റെ ഇപ്പുറത്തേക്ക് കടന്ന വീട്ടിലേക്കുള്ള എത്താനുള്ള വഴി ഇതാണ്. പക്ഷെ ഇവന് ആ പാലത്തിന്റെ മുകളിൽ കൂടെ കയറാതെ അതിന്റെ അരുവിൽ കൂടെ എന്ത് ചെയ്തു, നദിയിലേക്ക് ഇറങ്ങി. പുൽ പർ ചढ़ने ബജായ്, പാലത്തിൽ കയറുന്നതിന്റെ പകരം അവൻ എന്ത് ചെയ്തു പകരം, ബജയ മീൻസ് പകരം എന്ത് ചെയ്തു, നീച്ചെ ഉത്തർക്കുക, നീച്ചെ പറഞ്ഞാൽ താഴെ ഇറങ്ങി. और नदी किनारे जा पहुंचा. और नदी किनारे പറഞ്ഞ നദിയുടെ കിനാര തീരത്ത്. जा पहुंचा. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली. ബസ്തേ പറഞ്ഞ ബാഗ്. ബാഗിൽ എന്താണ് അവൻ ആദ്യം തന്നെ എന്ത് ഉണ്ടാക്കി വെച്ചിരുന്നു, पहले से बनाकर रखी हुई कागज की 2 नावें. കാഗസ് की പറഞ്ഞ എന്താണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ 2. വെള്ളം കണ്ട നമ്മൾ എന്താ ചെയ്യുക, ആദ്യം മഴവെള്ളമൊക്കെ ഒഴുകി പോകുമ്പോ കുട്ടികൾക്കുള്ള ഒരു വീക്ക്നെസ് ആണ് അല്ലെ, എന്താണ് പെട്ടെന്ന് നമ്മൾ തോണി ഉണ്ടാക്കും അല്ലെ, എന്നിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടും. അതുപോലെ ഇവന് നട്ട്ഖട്ട് എന്ത് ചെയ്തു, അവൻ ആദ്യം തന്നെ ബാഗില് എന്താണ് 2 തോണികൾ, ദോ നാവേ പറഞ്ഞ പറഞ്ഞ 2 എണ്ണം പേപ്പറിന്റെ തോണികൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് പുറത്തേക്ക് എടുത്തു. നിക്കാലി. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. പറഞ്ഞു ഒന്നൊന്നായിട്ട് എന്താണ്, ഒഴുകണ വെള്ളത്തിൽ, ബഹത്തെ പറഞ്ഞ ഒഴുകണ വെള്ളത്തില് അത് ഒഴുക്കി വിട്ടു, തോണീനെ അതില് ഇട്ടു. അപ്പൊ തോണി ഇങ്ങനെ പോകും. നാവി ബഹച്ചലി, തോണികള്. അപ്പൊ ഒരു തോണിക്ക് നാവ് എന്ന് പറയും, 2 തോണിയായ നാവേ, സിംഗുലറും പ്ലൂറലും നമ്മൾ പഠിച്ചിട്ടില്ലേ ഇംഗ്ലീഷിൽ, അതുപോലെ നാവ് നാവേ. ഇപ്പൊ 2 തോണികൾ ഉണ്ടാവുന്നുണ്ട്, അതിനെന്ത് പറയുന്നു, നാവേ. ബഹചലി തോ झटपट खुश होकर ताली बजाने लगा. അവന് നാവേ ബഹചലി, പറഞ്ഞ ഒഴുകി, തോണികൾ ഇട്ടപ്പോ അത് ഒഴുകി പോവാൻ തുടങ്ങി. तो नटखट खुश होकर താലി ബജാനെ ലഗ. തോണികൾ ഇങ്ങനെ പോണണ്ടപ്പോ അവൻ എന്ത് ചെയ്തു, കൈ കൊട്ടി ഇങ്ങനെ സന്തോഷത്തില്. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണതല്ലേ, നമ്മളെ കുട്ടികളൊക്കെ തോണി ഇങ്ങനെ പോണ കണ്ട നമ്മള് കൈ കൊട്ടി, താലി പറഞ്ഞ കൈ കൊട്ടി ഇതാക്കാം. तो नटखट खुश होकर ताली बजाने, സന്തോഷത്തോടെ താലി ബജാനെ ലഗ. उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. എന്താണ്, झटपट എപ്പോഴും എന്താ ചെയ്തിരുന്നത്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും, ഇവനെവിടെ എന്ന്. അപ്പോ എന്താണ്, പുല്ല് പാലം കടന്നിട്ട് വേണം പുറത്തേക്ക് കടക്കാം. അപ്പൊ പാലത്തിന്റെ അവിടെ നോക്കിയപ്പോ ഇവനെ കാണാനില്ല, ഇവനെ താഴത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പൊ ഉധർ പുൽ പർ പहुंचुके झटपट, പുല്ലിന്റെ അവിടെ എത്തിയപ്പോ झटपट തിരിഞ്ഞു നോക്കിയപ്പോ, പീച്ചെ മുടുക്ക, പീച്ചെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ്, तो नटखट नहीं दिखा, നട്ട്ഖട്ടിനെ കണ്ടില്ല. झटपट घबरा गया, ആണ് പേടിച്ചു അവൻ. ഖബറ പറഞ്ഞ പേടിച്ചു. कि नटखट कहाँ गया, നട്ട്ഖട്ട് എവിടെ പോയി. താലി ബജനെ की आवाज सुनकर नीचे देखा. പാലത്തിന്റെ അവിടെ നിന്ന് എന്താണ് കൈ കൊട്ടണ, താലി ബജനെ की आवाज, കൈ കൊട്ടണ ശബ്ദം, ആവാസ് പറഞ്ഞ ശബ്ദം, സുൻകർ ശബ്ദം കേട്ടിട്ട് അവൻ താഴത്തേക്ക് നോക്കി. तो झटपट नीचे नदी किनारे खड़ा दिखा. അപ്പൊ നദിയുടെ തീരത്ത് ഇവൻ താഴെ നോക്കിയപ്പോ, झटपट താഴെ നോക്കിയപ്പോ ഇവൻ താഴെ നിൽക്കുന്നുണ്ട്, കിനാരെ തീരത്ത് നിൽക്കണ കണ്ടു. झटपट को उस पर बड़ा गुस्सा है. ഇത് കണ്ടപ്പോ അവന് ഭയങ്കര ദേഷ്യം വന്നു. എന്താണ്, വീട്ടിലേക്ക് എത്തുന്നതിന് പകരം അവൻ പാലത്തിന്റെ മുകളിൽ കൂടെ പോവാതെ താഴെ ഇറങ്ങിയിട്ട് അവൻ കൈ കൂട്ടി ചിരിക്കുകയാണ് വെള്ളത്തില്. എന്താണ്, തോണി വിട്ടതിന്റെ സന്തോഷം. നീച്ചെ നദി കിനാരെ ഖടാ ദിഖ, താഴെ. झटपट को उस पर बड़ा गुस्सा आया. ഇത് കണ്ടപ്പോ झटपटന് വേഗം ദേഷ്യം വന്നു. गुस्सा പറഞ്ഞ ദേഷ്യം. और जोर से चिल्लाकर बोला,
अरे छोटे तुम कहाँ वहां नीचे क्या कर रहे हो? എടാ അനിയ നീ എന്താണ് അവിടെ താഴെ ചെയ്യുന്നത്? झटपट ने चौंकर ऊपर देखा. കിട്ടിയിട്ട് ചോങ്കർ പറഞ്ഞ ഞെട്ടി മോളിക്ക് നോക്കി പെട്ടെന്ന്. അവൻ നല്ല സന്തോഷം കൈ ഒത്തി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കാണ് വെള്ളത്തില് തോണി പോണത് നോക്കിയിട്ട്. പെട്ടെന്ന് ഞെട്ടിയിട്ട് മോളിക്ക് നോക്കി. നദി കിനാരെ രക്ക അപ്ന ബസ്ത ഉഠാനെ കെ ലിയെ झुका. അപ്പൊ എന്താണ് നദി കിനാരെ, നദീന്റെ തീരത്താണ് എന്ത് വെച്ചിട്ടുണ്ട്? ബാഗ് വെച്ചത്. അവ എടുക്കാൻ നോക്കിയപ്പോൾ എന്താണ്? अचानक उसका पांव फिसला और वो पानी में गिर पड़ा. പെട്ടെന്ന് അവന്റെ എന്താണ്? പാവ് ഫിസല. പാവ് ഫിസല പറഞ്ഞ കാല് വഴുക്കി. അച്ചാനക് പെട്ടെന്ന് അവന്റെ കാല് पांव फिसला और वो पानी में गिर पड़ा. पानी का बहाव तेज था और എന്താണ്? പാനിയുടെ ബഹാവ് പറഞ്ഞാൽ എന്താണ്? ഒഴുക്ക് നല്ല ഉണ്ടായിരുന്നു അല്ലേ? പാനിക ബഹാവ് ബഹുത് തേജ് ഥ. അതുകൊണ്ട് അവന്റെ കാല് വഴുതി പോയിട്ട് എന്താണ്? ഓ പാനിമേ ഗിർപട. അവന് വെള്ളത്തിന്റെ ഒഴുക്കില് അവൻ പെട്ടുപോയി. പാനിമേ ഗിർപട. പാവ് ഫിസ്ല പറഞ്ഞ വഴുക്കി വീണു, ആ വെള്ളത്തിലെ വീണു. പാനിക പേ ബഹാവ് വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല. ഇപ്പൊ നിങ്ങളിപ്പോ കാണാം മഴക്കാലത്ത് എല്ലാവരും നിറഞ്ഞൊഴുകണമാണ്. നമ്മൾ പറയില്ലേ വെള്ളത്തിലൊന്നും കളിക്കരുതേ, പെട്ടെന്ന് നമുക്ക് ഗ്രിപ്പ് കിട്ടാതെ വരും, നമ്മൾ ഒഴുകിപ്പോവും. അതുപോലെ നട്ട്കട്ട് എന്താണ്? അവൻ ആ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകിപ്പോയി. ബഹഗയ. അങ്ങനെ അവൻ എന്താണ്? ആ നദിയില് ഒഴുകി. ഡൂബത്തെ ഉത്തരത്തെ ദൂർ ജാനി ലഗ. എന്താണ്? ഡൂബത്തെ ഉത്തരാത്തെ മുങ്ങിയും പൊങ്ങിയിട്ടും. എന്താ ഡൂബത്തെ ഉത്തരാത്തെ പറഞ്ഞ? മുങ്ങിയും പൊങ്ങിയിട്ടും അവന് എന്താണ്? ദൂരെ പോയി. എന്തുകൊണ്ട്? വെള്ളത്തിന്റെ ഒഴുക്ക് അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ഝട്പട്ട് കോ തേർന ആത്താ ഥാ. എന്താണ്? ഝട്പട്ടിന് നീന്താൻ അറിയായിരുന്നു. തേർന പറഞ്ഞാല് തേർന നീന്താൻ तैरना आता था. उसने झट अपना बस्ता पीठ से उतारकर पुल में की मुंडेर पर रखा. അപ്പൊ പാലത്തിന്റെ രണ്ട് വക്കുണ്ടാവില്ലേ തിണ്ട് പോലെ, അതാണ് മുണ്ടേര് പറയണത്. ആ വക്കല് എന്ത് ചെയ്തു? ഇവന്റെ ബാഗ് ഊരിയിട്ട് ആര്? ഝട്പട്ട് എന്ത് ചെയ്തു? ഝട്പട്ട് ബാഗ് ആ മുണ്ടേര് ആ തിണ്ടത്ത് വെച്ചു. ബസ്ത പീട്ട്. ബസ്ത പറഞ്ഞ ബാഗ്, പീട്ട് പറഞ്ഞ മുതും പുറത്തിട്ടാ. ബാഗ് നമ്മൾ പുറത്തല്ലേ ഇടല്ലേ? പീठ से उतारकर അപ്പോ എന്താണ്? വെള്ളത്തില് ഇതിന്റെ കാല് വഴുക്കി പോയി. എന്തോ നദീ തീരത്താണ് ആര്? നട്ട്കട്ട് ബാഗ് വെച്ചിരുന്നു. അങ്ങനെ ബാഗ് എടുക്കാൻ കുമ്പിട്ടപ്പോഴാണ് ഇവന്റെ കാല് വഴുക്കി അവൻ വെള്ളത്തിന്റെ ഒഴുക്കില് എന്താണ്? അങ്ങനെ ഒഴുകിപ്പോയി. അപ്പോ ഇത് ഒന്നാണ് ഝട്പട്ട് ഇത് കാണുന്നത്. ഝട്പട്ടിന് എല്ലാത്തിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോ उसने झट अपना बस्ता पीठ से उतारकर पुल की मुंडेर में रखा और नदी में कूद पड़ा. വേഗം ബാഗ് അവിടെ ആ തിണ്ടത്ത് നദിയുടെ ആ പാലത്തിന്റെ തിണ്ടത്ത് വെച്ചിട്ട് അവൻ വേഗം വെള്ളത്തിലേക്ക് ചാടി. എന്തുകൊണ്ട്? അവൻ ഒഴുക്കില് നട്ട്കട്ട് കുറച്ച് മുമ്പിലേക്ക് പോയിരുന്നു. തോടി ദൂർ തേർനെ കെ ബാദ് ഹി ഉസ്നെ നട്ട്കട്ട് കോ പകഡ് ലിയ. കുറെ ദൂരം അവനും എന്താ നീന്തിയപ്പോ തന്നെ എന്താണ്? നട്ട്കട്ടിനെ പിടിച്ചു. ഓർ കിനാരെ പർ ലേ ആയ. തീരത്തേക്ക് കൊണ്ടുവന്നു. ഝട്പട്ട് കോ ഇത്തനാ ഗുസ്സ ആ രഹാ ഥാ. ദേഷ്യം വന്നിരുന്നു. എന്താണ്? അവനെ ഒഴുകിപ്പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ അവൻ ആകെ ഗുസ്സ പറഞ്ഞ ഇത്തനാ ഗുസ്സ പറഞ്ഞ അത്രയും ദേഷ്യം അവന് വന്നിരുന്നു. ഈ നട്ട്കട്ട് കോ ഝാപ്പട് ലഗായ. നട്ട്കട്ടിന് ഒരു രണ്ട് പൊട്ടിക്കണം എന്ന്. ദോ പറഞ്ഞ രണ്ട് പൊട്ടി, മുഖത്ത് രണ്ട് പൊട്ടിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നട്ട്കട്ട് ഇത്തന ഡറാ ഓർ ഘബറായ. പക്ഷെ അവനെ കണ്ടപ്പോ നട്ട്കട്ട് എന്താണ്? ഭയങ്കര പേടിയും വിറച്ച് നിക്കണ പോലെയായിരുന്നു. ചോട്ടെ ഭായി പർ പ്യാർ ആകെ. അവന്റെ നിപ്പ് കണ്ടപ്പോ അവന്റെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ അവനാകെ പേടിച്ചപ്പോൾ
അവന്റെ അനിയനെ കണ്ടപ്പോൾ ജഡ്പട്ടിന് അവന്റെ മേല് സ്നേഹം വന്നു. പ്യാർ ആകിയ, പ്യാർ പറഞ്ഞ സ്നേഹം തോന്നിയാണ്. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया. അവന്റെ കൈ പിടിച്ചിട്ട് അവന്റെ ബാഗ് എവിടെയായിരുന്നു? നദിയുടെ തീരത്ത് അവൻ വെച്ചിരുന്നു. ആര്? നട്ട്കട്ട്. അത് പിടിച്ചു. പുൽ തക് പहुंचने वाली चढ़ाई चढ़ने लगा. പുലിന്റെ മോളിക്ക് നടക്കാനുള്ള ഒരു കയറ്റമുണ്ട്. പൗഞ്ചനെ വാലി ചടായി. പൗഞ്ചാനെ വാലി പറഞ്ഞ പുല്ലിലേക്ക് ഇങ്ങനെ കയറി പോണത് ഒരു എന്താണ്, ഒരു കയറ്റമുണ്ട്. ചടായി പറഞ്ഞ പാലം, നദി താഴെയും പിന്നെ നമ്മള് ഇങ്ങനെ കേറി പോണം. അപ്പൊ അതാണ് ചടായി. അത് കേറി എന്നിട്ടാണ് പുല്ലിലേക്ക് കയറുക, പാലത്തേക്ക് കേറി പോവുക. താഴെയുള്ള നദിയിലേക്ക് താഴ്ത്തുന്ന അവര് കേറി പാലത്തേക്ക് കയറുകയാണ്. അതാണ് പുൽ തക് പहुंचने वाली. പുൽ പറഞ്ഞ പാലത്തേക്ക് എത്തണ വരെ ആ കയറ്റം അവര് झटपट എന്ത് ചെയ്തു? മറ്റോന്റെ ചോട്ടേന്റെ കൈ പിടിച്ച് കേറുകയാണ്. അങ്ങനെ രണ്ടുപേരെയും ബാഗൊക്കെ അവരെടുത്തു. മറ്റവന്റെ ബാഗ് തീരത്ത് നിന്ന് ഇവനെവിടെ? പാലത്തിന്റെ തിണ്ടത്തും വെച്ചിട്ട് ചാടി. പുൽ പർ പहुंच ही था कि नटखट अचानक गला फाड़कर रोने लगा. എന്താണ് ഉണ്ടായത്? പുല്ലിന്റെ അടുത്ത് എത്തിയപ്പോ, പാലത്തിലെത്തിയപ്പോ തന്നെ നട്ട്കട്ട് എന്താണ് പെട്ടെന്ന് നല്ല ശബ്ദത്തില് കരച്ചിലാ തുടങ്ങി. ഗലാ ഫാഡക്കർ, തൊണ്ട കീറിയോ കരച്ചിലാ തുടങ്ങി. പറഞ്ഞിട്ട് കരയില് ഉറക്കനെ അതുപോലെ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചില്. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? നീ എന്താണ് ഒഴുകിപ്പോയില്ലല്ലോ, നീ രക്ഷപ്പെട്ടില്ലേ? अब तो तुम बह जाने से बच, നീ ഒഴുകിപ്പോണെന്ന് രക്ഷപ്പെട്ടില്ലേ? ബഹ ജാനെ സെ, ഒഴുകി പോണേല് ബച്ച് ഗയേ ഹോ, ബച്ച് ഗയോ രക്ഷപ്പെട്ടു. ഫിർ ക്യോ റോ രഹേ ഹോ, നീ പിന്നെ എന്തിനാ ഈ കരയണത്? അല്ലെ തന്നെ അവന് ദേഷ്യം വന്നിരിക്കുന്നു ചട്ട്പട്ടിന്. പിന്നെ അവന്റെ നിപ്പ് കണ്ടപ്പോ അവന് സ്നേഹം തോന്നി. അപ്പോ അത് കഴിഞ്ഞപ്പോ പാലത്തുമ്മ എത്തിയപ്പോഴും ഇവന് തൊണ്ട കീറിയാണ്ട് കരയാൻ തുടങ്ങി. ഗലാഫാടക്ക, ഗലാറിന് തൊണ്ട ചീറി കരയാൻ തുടങ്ങി. നീ എന്തിനാ കരയണത്? ചട്ട്പട്ട് ചോദിക്കുകയാണ്. നട്ട്കട്ടിനെ രോത്തെ രോത്തെ കഹാ, കരഞ്ഞോണ്ട് അവൻ പറഞ്ഞു. എന്ത്? തും ഘർ ജാക്കർ മാസെ മേരി ശിക്കായത് കരോഗെ. എന്താ പറഞ്ഞത്? നീ നീ വീട്ടിൽ പോയിട്ട്, ഘർ ജാക്കർ പറഞ്ഞ വീട്ടിൽ പോയിട്ട്, മാസെ അമ്മേനോട് എന്ത് പറയും? എന്റെ ശിക്കായത്, എന്റെ കംപ്ലൈന്റ് പറയും. എന്താ പറയാ? നീ ഇവന് ഇന്ന് എന്താണ് നദിയിൽ എന്താണ് ഇറങ്ങി തോണി വിടാൻ അങ്ങനെ ഒഴുകിപ്പോയി, എന്നിട്ട് ഞാൻ ചാടി രക്ഷപ്പെട്ടു. ഇത് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞാല് എനിക്ക് ചീത്ത അടി കിട്ടും അമ്മേന്റെ അടുത്ത്. ഏട്ടനോട് പറയണ നീന്റെ കംപ്ലൈന്റ് വീട്ടിൽ പോയി പറയും. അഗർ നാ കറൂ തോ ജോ കഹൂ. അപ്പൊ ചട്ട്പട്ട് ചോദിക്കുകയാണ്, ഞാൻ പറയില്ലെങ്കിലോ? നമ്മള് ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്യില്ലേ, നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഏട്ടന അനീറ്റി അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കൈക്കൂലി കൊടുക്കും അല്ലെ? എനിക്ക് ഇത് മേടിച്ചുതരാം, അല്ലെ മഞ്ജു മേടിച്ചുതരാം, മിഠായി മേടിച്ചുതരാ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളത് ആ കംപ്ലൈന്റോ എന്തുണ്ടെങ്കിലും അത് പറയരുതേ പറയും. എനിക്കത് ഞാൻ മേടിച്ചു തരാമൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ ശിക്കായത് നെഹി കറൂ തോ തും ക്യാ ദോഗെ. ഞാൻ കംപ്ലൈന്റ് പറഞ്ഞില്ലെങ്കിൽ അഗർ അപ്പൊ ജോ കഹൂ തോ ജോ, നീ എന്ത് പറയണം അതൊക്കെ ഞാൻ കേൾക്കാം. നട്ട്കട്ട് കറോന ബന്ധു. അപ്പൊ എന്തിനാണ് ഇവൻ കരഞ്ഞു? ഇവന്റെ കള്ളക്കരച്ചിലായിരുന്നു. വീട്ടിൽ പോയിട്ട് അമ്മേനോട് പറയാതിരിക്കാനുള്ള ഒരു അടവായിരുന്നു. അപ്പൊ ചട്ട്പട്ട് പറഞ്ഞു, ശരി, ഞാൻ പറയില്ല. അപ്പൊ നട്ട്കട്ട് പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്യാം. തോ ജോ കഹൂ അഗർ നാ കറൂ, ഞാൻ പറഞ്ഞ അതാരാണ് ആ വരി പറയണ? അഗർ നാ കറൂ, ചട്ട്പട്ട് പറയണ. ഞാൻ പറഞ്ഞില്ലെങ്കിലോ? തോ ജോ കഹൂ, നീ എന്താ പറയണ അതൊക്കെ ഞാൻ അനുസരിക്കാം. നട്ട്കട്ട് കാ റോന ബന്ധു. ഇത് കേട്ടപ്പോ നട്ട്കട്ടിന്റെ കരച്ചിൽ നിന്നു. അവന്റെ കളകരച്ചില. ഇത് അമ്മേനോട് പറയാതിരിക്കാതെ എങ്ങനെയെങ്കിലും എന്ന് പറയരുതേച്ചിട്ടാണ് ഇവ ഉറക്കനെ തൊണ്ട കീറി കരയാൻ തുടങ്ങി. മുझे कागज की नाव बनाना नहीं आता, तुम सिखा दोगे? झटपट ചോദിക്കാണ്. മറ്റോന് നട്ട്കട്ടിന് തോണി ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് തോണി ഉണ്ടാക്കാൻ അറിയില്ല झटपट. എന്നാ നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? കാഗസ് കി നാവ് ബനാന നെഹി ആത്ത, എനിക്ക് പേപ്പറിന്റെ തോണി ഉണ്ടാക്കാൻ അറിയില്ല.
എനിക്ക് സിഖാ ദോഗി പറഞ്ഞ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ആ ഉസ്നെ ക്യാ ഹെ, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാലോ. നട്കട്ട് ഖുഷ് ഹോക്കർ ബോല, സന്തോഷത്തോടെ നട്കട്ട് സന്തോഷത്തോടെ പറഞ്ഞു. पर मुझे तैरना नहीं आता. അപ്പൊ നട്കട്ട് എന്താ പറഞ്ഞേ? എനിക്ക് നീന്താൻ അറിയില്ല. തും സിഖാ ദോഗെ, അവർ നീന്താൻ ആർക്കാ അറിയാ? झटपटന് അറിയാം. हाँ उसमें क्या है, झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की. അപ്പോ അവന് മനസ്സിലായി, ആ ഇത് ഏതായാലും ഇവന് തോണി ഉണ്ടാക്കാൻ അറിയില്ല, ഇവൻ തോണി പഠിപ്പിച്ചു കൊടുക്കും, ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. നട്കട്ടിന് നീന്താൻ അറിയില്ല, അപ്പൊ ജട്പട്ട് നീന്താനും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവന്റെ പറയണ ആ ഒരു രീതിയിൽ മുസ്കുരാത്തി ചിരിച്ചോണ്ട് എന്താ നട്കട്ട് കെ ശബ്ദവും കി നക്കൽ, അതായത് നട്കട്ട് പറയണ പോലെ ശബ്ദ വാക്കുകൾ പറയണ പോലെ അത് കോപ്പി അടിച്ച്, നക്കൽ പറഞ്ഞ നമ്മള് മിമിക്രി പോലെ അങ്ങനെ കൊഞ്ചി കൊഞ്ചി വർത്താനം പറയണ പോലെ തന്നെ ജട്പട്ടും അതുപോലെ എന്താണ് അനുകരിച്ചിട്ട് അങ്ങനെ പറയാണ്. ദോനോ ഭായ് ഹസ് പടേ, ആ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും ചിരിക്കാൻ സന്തോഷമായി അവർക്ക്. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर फूल की मुंडेर से पर से अपना बस्ता उठाया. झटपट ने नटखट का, അപ്പൊ झटपट എന്ത് ചെയ്തിരുന്നു, ആ നദീതീരത്താണ് മറ്റോന് ബാഗ് വെച്ചിരുന്നത്. ആര്? നട്കട്ട് ബാഗ് വെച്ചിട്ടാണ് ഓ എന്താണ് നദീതീരത്ത് ഇറങ്ങിയത്. അങ്ങനെ അവിടുന്ന് झटपट ബാഗ് എടുത്തു. മറ്റേവന്റെ ബാഗോ, झटपटന്റെ ബാഗ് എവിടെ വെച്ചിരുന്നു? ആ പുല്ലിന്റെ തിണ്ടത്ത് അവിടെ നിന്ന് എടുത്തു. ബസ്ത ഉസെ പക്കടാക്കർ, അവന്റെ നട്കട്ടിന്റെ ബാഗ് झटपट അവന് കൊടുത്തു. പിന്നെ പുൽക്കി മുണ്ടേർ പർസെ അപ്പനാ ബസ്ത ഉഠായ, അവിടുന്ന് പുല്ലിന്റെ പാലത്തിന്റെ തിണ്ടത്തുനിന്ന് അവന്റെ ബാഗ് എടുത്തിട്ട് ഏകദം ചിന്തി തോക്കർ പോല, പെട്ടെന്ന് അവന് ഏകദം പറഞ്ഞ പെട്ടെന്ന് ചിന്തിച്ച്, എന്തോ ചിന്തിച്ചിട്ട് എന്താ പറഞ്ഞത്? അരെ ചോട്ടെ, झटपट പറഞ്ഞു. എന്താണ്? ബാഗൊക്കെ എടുത്ത് ഇവര് നടന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇതില് ഒരു എന്താണ് ഒരു എന്താ വന്നത്? പെട്ടെന്ന് അമ്മ എന്താ ചോദിക്കും ഇവരെ ഡ്രസ്സ് കണ്ടിട്ട്? നനഞ്ഞു അല്ലെ? വരേ ചോട്ടെ ഹം ദോനോക്ക് കപ്പടെ ഭീഗ് ഗയേ ഹേ. ഇനി ചിന്തിച്ച് പെട്ടെന്നാണ് അവന്റെ മനസ്സിൽ ഈ ചിന്ത വന്നത്. എന്ത് ചിന്ത വന്നത് झटपटന്റെ? എടാ നമ്മള് വീട്ടിൽ ചെന്നാല് അമ്മ ചോദിക്കും നിങ്ങൾ രണ്ടുപേരെയും ഡ്രസ്സ് എങ്ങനെ നനഞ്ഞത്? ചോട്ടെ ഹം ദോനോക്ക് കപ്പടെ, നമ്മളുടെ രണ്ടുപേരെയും കപ്പടെ എന്താണ്? നനഞ്ഞു. ഭീഗെ പറഞ്ഞ നനഞ്ഞു. ഹമേ ഭീഗെ കപ്പടോ മേ ദേഖ് മാ പൂച്ചേഗി तो क्या कहेंगे. ഈ നമ്മള് ഭീഗെ കപ്പടെ പറഞ്ഞ നനഞ്ഞ തുണികൾ കണ്ടു കഴിഞ്ഞാൽ അമ്മ ചോദിക്കും എന്ത്, എങ്ങനെ ഇത് നനഞ്ഞ്? ഹാ ബടേ ഇനിയിപ്പൊ എന്താ ചെയ്യാ ഏട്ടാ? നട്കട്ട് നീ ഏക് പൽ സോച്ചാർ പോല, നട്കട്ട് ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് എന്ത് പറഞ്ഞു? ആവോ ദോഡ് ലഗാത്തേ ഹെ കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായെങ്കി, എന്താണ് രണ്ടുപേരും ഇങ്ങനെ വീട്ടിൽ പോയാ ചീത്ത കേൾക്കും, എന്തായാലും നിങ്ങളെ ഡ്രസ്സ് എങ്ങനെയാ നനഞ്ഞെന്ന്. അപ്പോഴാണ് നട്കട്ടിന്റെ മനസ്സിലൊരു പ്ലാന് വന്നു. പറഞ്ഞ ഒരു ട്രിക്ക് എന്താണ്? നമുക്ക് ഒരു മത്സരം നടത്താം, ദോഡ് റേസ് നടത്താം. കപ്പടെ അപ്പനെ ആ തുണികള് തന്നെത്താൻ ഉണങ്ങും. ആ ടീക്ക്, അത് ശരിയാണല്ലോ. झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. झटपट അവന്റെ ബസ്ത എന്താണ് പീठ പറഞ്ഞ ബാക്കില് കൊളത്തി തൂക്കിയിട്ടു. ടാങ്ത്തെ പറഞ്ഞ അവിടെ രണ്ട് നമ്മള് കൊളത്തി ബാക്കില് പുറത്ത് നമ്മള് ബാഗ് ഇടില്ല അതുപോലെ. പിന്നെ പറഞ്ഞു നട്കട്ട് ബി അപ്ന ബസ്ത പീഠ് പർ ടാങ് ലിയ. നട്കട്ടും എന്ത് ചെയ്തു? ബാഗ് പുറത്തേക്ക് ഇട്ടു. झटपट ने बराबर पीठ झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. एक दो तीन, അങ്ങനെ രണ്ടുപേരും റേസ്, ദോഡ് പറഞ്ഞ റേസ്, രണ്ടുപേരും ബാഗ് പുറത്തിട്ടിട്ട് എന്ത് പറഞ്ഞു? 1 2 3 പറഞ്ഞിട്ട് ദോനോ ദോഡ് പടെ, അങ്ങനെ റേസ് തുടങ്ങി. സ്പീഡില് എന്താണ് നടന്നു, ഓടി. नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. 1 2 3, दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. എങ്ങനെയാണ്? രണ്ടുപേരും ഓടി, മുമ്പിലും പിന്നിലും അല്ല, രണ്ടുപേരും എങ്ങനെയാണ്? രണ്ടുപേരും തമ്മിൽ കൈ പിടിച്ചിട്ടാണ് ഓടിയത്.
ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ, ഏക് ദൂസരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ഓടുമ്പോൾ ഒരാൾ മുമ്പിലും പിന്നിലൊക്കെ ആവും. ഇത് രണ്ടുപേരും ഒരുമിച്ച് കൈ പിടിച്ച് കൈകോർത്ത് എന്താണ് ഹാത്ത് പക്കടെ, കൈ പിടിച്ചിട്ടാണ് ഒരുമിച്ച് ഓടിയത്. താഴെ നമുക്ക് एक दूसरे से हाथ पकड़े साथ साथ. അപ്പൊ എന്താണ് कपड़े सुखाने के लिए दोनों भाइयों ने एक उपाय किया और क्या क्या किया. എന്താണ് തുണി ഉണക്കാൻ അവര് ചെയ്തത് പെട്ടെന്ന്? दोनों എന്താണ് दौड़ लगाने, कपड़े सुखाने के लिए दोनों ने दौड़ लगाया. എന്താണ് ആ തുണി ഉണങ്ങാൻ വീട്ടിലെത്തുമ്പോ അമ്മ തുണി നനഞ്ഞു ചോദിക്കുമ്പോ എന്താണ് പറയേണ്ടത്? പെട്ടെന്ന് എന്താണ് അവര് ഐഡിയ പറഞ്ഞ നട്ട്കട്ട്? നമുക്ക് റേസ് ഓടുക, അപ്പൊ തുണി തന്നെത്താൻ ഉണങ്ങുന്നു. സർദിയോ അഭി ശുരു നെഹി ഹുയി. സർദിയോ പറഞ്ഞ തണുപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടില്ല. മൗസം സാഫ് ഥാ ചട്കീലി ധൂപ് നിക്ലി ഹുയി ഥി. എന്താ പറഞ്ഞത്? സർദിയാ അഭി ശുരു നെഹി ഹുയി, തണുപ്പ് തുടങ്ങിയിട്ടില്ല. മൗസം സാഫ് ഥാ, മൗസം പറഞ്ഞ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു? സാഫ് ക്ലിയർ ആയിരുന്നു. ചട്കീലി നല്ല മനോഹരമായ വെയില്, നമുക്ക് അത്രയും ചൂടൊന്നും പറ്റാത്ത ഒരു മനോഹരം, അങ്ങനത്തെ ഒരു വെയിലാണ്. ചട്കീലി നല്ല സുന്ദരമായ ക്ലൈമറ്റ് ആയിരുന്നു. ചട്കീലി നല്ല ആർക്കും ചില വെയിലുണ്ടാവില്ല, നമുക്ക് വേഗം ചൂടെടുക്കുന്നത്, മനോഹര തണുപ്പും ചൂടും കലർന്ന ഒരു നമുക്ക് അങ്ങനത്തെ ഒരു മനോഹരമായുള്ള കാലാവസ്ഥയായിരുന്നു. നിക്കലി ഹുയി ഥി, ചട്കീല ഇളം വെയില്, ചട്കീല ഇളം വെയില് ഉണ്ടായിരുന്നു. ദോനോ ഭായി മജേ മേ ദോടത്തെ ചലെ ഗए. രണ്ട് അനിയന്മാർ എന്ത് ചെയ്തു?